അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്ന് നമുക്കിവിടെ വെജിറ്റബിൾ ഇഷ്ടം എഗ്ഗ് കൊണ്ടൊരു ചപ്പാത്തി ആയാലോ. നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായ ആട്ട കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആദ്യം മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് നമ്മളിവിടെ നന്നായിട്ട് കുഴച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ കറി റെഡി. നമുക്ക് ഇന്നിവിടെ ഒരു വൈറ്റ് ഇഷ്ടം ഉണ്ടാക്കാം. അതിനായി 3 ഉരുളക്കിഴങ്ങ് നല്ല നൈസായിട്ട് അരിഞ്ഞ 2 വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 3 വിസിൽ വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എടുത്ത് വെച്ച് ഇടാൻ മറന്നു പോയതാണ്. അതിന് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5 അണ്ടിപ്പരിപ്പ് കുതിരാൻ വെച്ചാണ്. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് കൂടെ നന്നായി പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ മാവ് മുഴുവനും നമ്മളിവിടെ ബൗളുകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ 1-2 തിളച്ചാൽ മതി. നല്ല തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ലേശം മാത്രം ഒരു പൊടിക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പം തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായ 2 മുട്ട കലക്കി വെക്കണം. അതാദ്യം റെഡിയാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചപ്പാത്തിക്ക് പരത്തിയെടുക്കാം.
അങ്ങനെ വളരെ ടേസ്റ്റോട് കൂടിയ വെജിറ്റബിൾ ഇഷ്ടം എഗ്ഗ് പൊറോട്ട ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു വട്ടം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.